കരിയൊത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാൻമിഴിച്ചേരിനാലേ കണ്ണാരം ചാത്തനട്ട അമ്മ ചന്തത്തിൽ ചേരിനാലേ കൗതലിയാണട്ട ആടിക്കളിക്കുമ്പോള് അമ്മ വാർമുടി കെട്ടുമ്പോള് ആടിക്കളിക്കുമ്പോള് വാർമുടി കെട്ടുമ്പോള് അമ്മ ചോർന്നുമ്പോള് താളം പിടിക്കണട്ട അമ്മ പങ്കാളിനാലേ താളം പിടിക്കണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ കരിയൊത്തൊരുമയഴക് കരിനീലമിഴിയഴക് കരിയൊത്തൊരുമയഴക് നീലമിഴിയഴക് നല്ല മാറ്റിരിച്ചേരിനാലേ കണ്ണാരം ചാത്തനട്ട അമ്മ ചന്തത്തിൽ ചേരിനാലേ കൗതലിയണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ അരപ്പത്തിൻ ചേലിനാലേ അരപ്പത്തരമണിയും അരപ്പത്തിൻ ചേലിനാലേ അരപ്പത്തരമണിയും അമ്മ ചെല്ലറ ചുണ്ടിനാലേ പുഞ്ചിരി തൂകണട്ട അമ്മ പാലിപ്പുണരുമ്പോളേ കണ്ണു നിറയണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ വടക്കുന്ന് വന്നവളെ എന്റെ നല്ല ചമ്പൻ മകളെ വടക്കുന്ന് വന്നവളെ നല്ല ചമ്പൻ മകളെ നല്ല വാഴത്ത തുമ്പിനാലേ കല്ല് തളിക്കുമ്പോളേ എന്റെ ചേർത്ത പൂമുറ്റത്തെ വന്നു തെളിയണട്ട ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ ആടാട് ആടാട് ആടാടാടാട് ആടമ്മേ ആടമ്മേ കാവില നല്ലമ്മേ. ഓ പാട്ടിട്ടയക്കേണ്ട ഒരു നല്ലൊരു കയ്യടിയാണ് ഞാൻ. എന്തായാലും മനസ്സ് നിറഞ്ഞ് മക്കളെ പുത്തൂര് വലിയ തിരിയാൻ വലിയ ആളുണ്ടാകുമെന്ന് ഞാൻ വിചാരിച്ചിട്ടും എല്ലാം ഞാനും അല്ലേ കുതിരിക്കുന്നത്. ഞാനും ഒരു നല്ലൊരു കൈ ഞാൻ ഏടുണ്ടെങ്കിലും ഞാനും ഉണ്ടാവും. എന്തെല്ലാം മോളെ ഉയ്യന്റെ ഞാനും എടുത്തിയല്ലേ ഇത് അങ്ങനെ ഞാൻ ഇവിടെ വന്നതാ എന്നെ കാണുവാൻ വന്ന ഞാനും ഒരു കയ്യടി കൊടുത്തന്നെ ഒരു മാറ്റമില്ല. ഞാൻ അന്ന് കാണുന്നു ഇരിക്കുന്നൊരു പോലെ ഇന്ന് എല്ലാം. എനിക്കിപ്പോ എത്ര വയസ്സായി? 72 വയസ്സ്. 72 വയസ്സായിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? 2 കൊല്ലം മുമ്പേ നമ്മളെ എവിടുന്നേലും കണ്ട് നമ്മള് ആ കുറുവിളിക്കാവുന്ന കണ്ടേ 72 എന്ന് പറയും. ഇതുവരെ മാറിയിട്ടില്ല. ഇഞ്ഞാടെ ഇരിക്കും എല്ലാം
ഒരു മാറ്റം ഞാൻ കുറച്ച് തടിച്ചിട്ടില്ല. ഞാൻ തടിച്ച് എന്റെ മോള് ശോഭക്ക് പൊടിയിടിച്ച് ഓള് പൂപ്പ് മണക്കുന്നെന്ന് പറഞ്ഞ് തിന്നിക്കില്ല. തീർത്തും ഞാൻ അതെന്ന് വേറെന്നല്ല. ഞാനിവിടെ പുത്തൂര് വയലിൽ വരുമ്പോ മോന്റെ ഭാര്യക്ക് ഒരു പറച്ചില് ഗിരിജ ഇനി ആടെ പോയിട്ട് എന്റെ കുറ്റമൊന്നും പാടി നടക്കറില്ല. ഞാനും ഉമ്മണ്ടാരും മോന്റെ കുറ്റം പാടി ഇറങ്ങി നടക്കലില്ല. ഞാൻ അമ്മയാണ് ചത്ത. ഞാൻ ആരോടും പാടി എന്റെ മോന്റെ കുറ്റം പറയുന്നെങ്കിൽ ഒരുപാട് പറയും. എന്തോ എണീക്ക് രാവിലെ 9 മണിക്കാ ചിരിക്കല്ലേ മളയൊക്കെ കുറ്റം പറയുന്നല്ലേ മോന്റെ കുറ്റം പറയും. ഓള് കഞ്ഞിക്കല്ലോ തേച്ചും ഞാനും ഒന്ന് മിറ്റടിച്ച് ഓളന്ന് പോകും. ഓൾ ടീച്ചറല്ലേ പോക്ക് കണ്ടാ വിചാരിക്കും കാൽത്തറാൻ തോറ്റ പിള്ളേർ പഠിപ്പിക്കണം. അപ്പോ 2 ദിവസം മുമ്പേ ഞാൻ കുറ്റം പറയാം മോന്റെ കുറ്റം പറയുന്നല്ലേ മക്കൾ. 2 ദിവസം മുമ്പേ ചോറിന്റെ കൂടെ ഒരയില പൊരിച്ചിട്ട് എന്റെ മുമ്പ് കൊണ്ടുവന്നു. പൊരിച്ചയിലേ മേലൊരൊറ്റ വര ഞാൻ പറഞ്ഞല്ല മോളെ 2-3 വര പറഞ്ഞിട്ടുണ്ടേ മുളോ മഞ്ഞളെല്ലാം നല്ലോണം പിടിക്കൂലേ എന്ന് ഞാൻ ഗിരിജനോട് പറഞ്ഞു. അതിന്റെ പിറ്റേന്ന് ഞാൻ ഒരയില പൊരിച്ച് കൊണ്ടുവന്നു. ഒരയില മേലെ 150 വര. ഓളികാരിയായി പേടിപ്പിക്കുന്നുള്ള പണി തീർത്തും ഞാൻ എടുക്കണം. ഊരാൻ വന്നൊരു പോളക്കല്ല ഞാനെന്തെന്നാ മാണ്ടേ. അല്ല ജാനുവടുത്തി ഒന്ന് ചോദിച്ചോട്ടെ, എന്തെന്നാ ജാനുവടുത്തിന്റെ മോളല്ലേ ശോഭ? ആ ശോഭന്റെ ശോഭനെ കല്യാണം കഴിച്ചു കൊണ്ടുപോയി എടുക്കേണ്ട സ്ഥിതി? ശോഭക്കാട് പാരമൊക്കെ ഒരു പണിയെടുക്കണ്ട. എല്ലാം അമ്മയ്യ മങ്ങെടുക്കൂ. എല്ലാം ഇഞ്ഞ മല ഇഞ്ഞ നല്ല കണ്ടുവയ്ക്കണ്ടല്ല. ഇത് എപ്പോഴും വരുന്ന ഖദീജനെ കാണുമ്പോ എന്റെ ഇടവലത്തുള്ള മൂസേന്റെ ഭാര്യയും ഖദീജ ഒരുപോലെ ഇരിക്കുന്ന മക്കൾ അല്ല അയച്ചു. മൂസേന്റെ ഭാര്യ അയച്ചു പണ്ട് പാടിത്തരുന്ന ഒരു പാട്ടുണ്ട്. അതും കൂടി പാടിയിട്ട് ഞാനെങ്കിൽ പോയി. ഇനി ഏറ്റു പാടും എന്റെ കൂടി ഒന്ന് പാടണേ. ഒന്നേക്കോടെ പാടുമ്പോ ഒന്നേക്കോടണേ. ربي جل الله ما في قلبي خير الله نور محمد صلى الله لا إله إلا الله നമ്മം നാരാച്ചി കൊടുക്കേലെന്തുണ്ട് കുഞ്ഞിനു കൊടുക്കാൻ കിങ്കുണ്ട് അഖിലാഖിലാഹ ഇല്ലല്ലാ. ഓ ഇങ്ങനത്തെ പാട്ടൊന്നും എന്റെ അമ്മ ഇനി അങ്ങോട്ട് മാറിയ കുഞ്ഞു പിന്നെ പിടിച്ച ഇതെന്തെന്നാ ഇവൻ കളിക്കും. ഞാൻ അങ്ങോട്ട് മാന ഒന്ന് എടുത്തോട്ടോ എന്റെ ആഗ്രഹം ഇവൻ കൂട്ടിപ്പിടിച്ചിട്ട് കൂട്ടിപ്പിടിച്ചിട്ടാ കേളപ്പാട്ടൻ അവൻ അങ്ങോട്ട് കൂട്ടിയാൽ കേളപ്പാട്ടൻ കട്ടുകണ്ട കുടുംബം കലങ്ങിപ്പോ മക്കളെ കൂട്ടിപ്പിടിച്ചിട്ട് ഓനെ ചേർത്തി ഈ പാടുന്നതിന്റെ ഇടക്ക് ഓനേതാ ഓനെ അപ്പൊ തിരിഞ്ഞങ്ങോട്ട് കൈ പിടിക്കും. വീന്നല്ല മോന്റെ സന്തോഷം കാണാനാവില്ലാതാ. എന്തായാലും പിറവ് 2025 പരിപാടിയിൽ വരുവേ നിങ്ങളെല്ലാം കാണാനും പറ്റിയ വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്ന മക്കളെ. പാട്ടിട്ടയക്കേണ്ട ഒരു നല്ലൊരു കയ്യടി തന്നെ. ഓ മനസ്സ് നിറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ ജാനുവടുത്തിക്ക് ഈ കയ്യടിയൊന്നും പോരാ, നല്ല പടക്കം പൊട്ടുന്നത് പോലത്തെ കയ്യടി കൊടുക്കണം. ഓ മനസ്സ് നിറഞ്ഞു. കാരണം എന്താ അറിയോ, ജാനുവടുത്തി ഈ മനോഹരമായ പാട്ട് ഇത്രയും പ്രായമായിട്ടും ജാനുവടുത്തി പാട്ടും എല്ലാം പാട്ടി ഷാറാക്കി വന്ന അതിന്റെ ഇടക്കെന്തിനാ മോനെ വയസ്സിന്റെ പറഞ്ഞു എനിക്കെന്തെല്ലാം പറഞ്ഞു. അതല്ല ജാനുവടുത്തിക്ക് ഒരുപാട് വയസ്സില്ലേ? എല്ലാം പറ എനിക്ക് വയസ്സ് കുറവാ. കേളപ്പാട്ടിനാ വയസ്സ് കൂടുതൽ. കേളപ്പാട്ടിനാ വയസ്സ് കൂടുതൽ, ജാനുവടുത്തിക്കൂല്ലേ വയസ്സ്? ഞാനും കേളപ്പാട്ടിനും തമ്മിൽ സാധാ കൂടുതലല്ലേ? ഞാനും കേളപ്പാട്ടിനും തമ്മിൽ 40 വയസ്സിന്റെ വ്യത്യാസം. 40 വയസ്സിന്റെ വ്യത്യാസം? കല്യാണം കഴിക്കുമ്പോ 5 വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. പിന്നെ കണക്കൂട്ടിയൊക്കുമ്പോ 40 വയസ്സിന്റെ വ്യത്യാസം. അതെന്ത് കണക്കൂട്ടല ജാനുവടുത്തി കണക്കൂട്ടി? അത് ഞാൻ പറഞ്ഞുതരാം. എന്നെ കേളപ്പാട്ടൻ കല്യാണം കഴിക്കുമ്പോ കേളപ്പാട്ടിന് 30 വയസ്സ്, എനക്ക് അന്നേരം 5 വയസ്സ്. 30ന്റെ പകുതിയല്ലേ 5? ഇപ്പം കേളപ്പാട്ടിന് 80 വയസ്സ്. 80ന്റെ പകുതി എത്തിരിയാ? എങ്ങനെയാ കുരിപ്പിന് വയസ്സ് കൂടിയെന്നൊന്നും ഞാൻ അറിയല്ലേ. ഇതെന്തൊരു കൂടുതലാണ് കൂടി. കൺഫ്യൂഷൻ ഉണ്ടല്ലോ, അങ്ങനെയല്ലല്ലോ കൂട്ടണ്ടേ. ഇനി അങ്ങനെ എങ്ങാനും പറഞ്ഞ എന്റെ വയസ്സ് അറിയുന്ന എന്റെ വയസ്സെല്ലാം പറയും. ഇനി ഏതേലും ജാനുവടുത്തിക്ക് എന്നെ മനസ്സിലായില്ല. ജാനുവടുത്തിന്റെ മോൻ അശോകനും ഞാനും ക്ലാസ്മേറ്റ്സാ. ഞങ്ങൾ തമ്മിലെ പ്രശ്നമല്ല ജാനുവടുത്തി, ഞാൻ ഒന്നിച്ച് പഠിച്ചതാ. ഇവന്റെ ഇംഗ്ലീഷ് എല്ലാം ഭാഷാൻ കാലത്ത് എന്നോട് പറഞ്ഞാൽ ഗിരിജ എന്ന് പറയുമ്പോ അപ്പാടന്ന് ആത്തു അഞ്ഞായിരിക്കുമെന്ന്. അല്ല അശോകന്റെ ഭാര്യ ഗിരിജയില്ലേ ഇവിടെ? ഉയ്യന്റെ അമ്മ ഗിരിജ എന്നല്ല അറിയാമെങ്കിൽ നല്ല പരിചയമുള്ള ചങ്ങ ഇഞ്ഞേ തരടാ. എന്നെ മനസ്സിലായിട്ടില്ല ജാനുവടുത്തി. ഞാൻ തോട്ടത്തിലെ ലീലേന്റെ മോനാ സുമേഷ്.
എനക്കുണ്ട് ഇവനെ കണ്ടിട്ട് മനസ്സിലായി. അതിന് പെറ്റേരം പെനച്ചില് പോലത്തെ മോന ഇപ്പൊ ഒരു പൊന്നോട് മിന്നോട്ടിരിക്കും. എല്ലാടാ ഇങ്ങനെ വന്നേ ഞാനെടുത്ത് എനിക്കൊരു കല്യാണം സെറ്റ് ആയിട്ടുണ്ട്. ഉയ്യന്റെ അമ്മ കല്യാണം അത് എനിക്കെന്താ കല്യാണം കഴിച്ചോളൂ. എല്ലാ മന ഇപ്പൊ ഉണ്ടടാ ആർക്കെങ്കിലും പെണ്ണ് കിട്ടുന്ന എല്ലാവർക്കും ഉദ്യോഗസ്ഥന്മാർ വേണ്ട മോനെ. ഇതെടുന്ന പെണ്ണ് കിട്ടിയേ അത് ഞാനെടുത്ത് നമ്മളെ അളത്തിൽ ആണ്ടിക്കില്ലേ ഒരു മോള്. ആണ്ടിക്കില്ലല്ലോ മോനെ. ആ മുമ്പേ നമ്മള് പിടിച്ച് പൊന്തിച്ചാലില്ല. കുളത്തിലാണ്ടല്ല ഞാനെടുത്ത് അളത്തിൽ ആണ്ടിയേട്ടന്റെ ഇളയ മോള്. എല്ലടാ ഒരു ചിരട്ടക്കണല് പോലത്തെ പെണ്ണല്ലേ. ഇതങ്ങനെ പൊന്നുടുമ്പോ പോലത്തെ എനിക്ക് തെറ്റായി. അത് ഞാനെടുത്ത് ഞങ്ങള് ഫേസ്ബുക്കിലൂടെയുള്ള പരിചയം. ശരിയാ. ഇപ്പോൾ താമ്പിള്ളേർക്കും പെമ്പിള്ളേർക്കെല്ലാം സ്വഭാവമുണ്ട്. കമ്പ്യൂട്ടറിന്റെ മുമ്പൊന്നും മൊബൈലിന്റെ മുമ്പൊന്നല്ല ഇവർക്കും പോലെ കളിച്ചാൽ എന്തോ ഒരു ബുക്ക് വരും. മനുഷ്യനേനും എന്റെ പണ്ടത്തെ കാലത്താ പോലത്തെ ബുക്കുണ്ട്. എന്ത് നല്ല സുഖേനും മനെ. രമണിക്ക് കിട്ടിയതിന്റെ ഒരു നല്ല മാശ എനക്കും കിട്ടുമല്ലേ. അല്ല അതിന് കേളപ്പാട്ടിനെന്താ മോശം? കേളപ്പാട്ടിന് എന്തെന്നാ മോശം? അത് മങ്കൂറിനി കുടിച്ച് കുരിപ്പിന്റെ തല എന്തോ ആയിപ്പോയിക്കും മനെ. ഒന്നും പറയാത്തതാണല്ലേ. അല്ല ഞാനെടുത്തി 3-4 ദിവസം മുമ്പേ ഞാനെടുത്തിനെ പാടൂർ പോലീസ് സ്റ്റേഷനിൽ കണ്ടില്ലല്ലോ. അത് കേളപ്പാട്ടിന്റെ പേരിൽ ഒരു പരാതി കൊടുക്കുമ്പോ എന്തെന്നാ ഞാനെടുത്തി വയസ്സുകാലത്ത് കേളപ്പാട്ടിനെ വെറുതെ പരാതി കൊടുത്ത് ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ എന്തെന്നാടോ മാണ്ട്. ഇപ്പം കേളപ്പാട്ടൻ കള്ളും കുടിച്ച് വരുക. ഒന്നും പറഞ്ഞ് രണ്ടും പറഞ്ഞ് തെറ്റുക. കൈ കിട്ടുന്ന സാധനം എല്ലാം എടുത്തിട്ടേറിയ. ഏറ് തുടങ്ങിയിട്ട് 3 കൊല്ലായി. 3 കൊല്ലായിട്ട് ഇപ്പൊ പരാതി കൊടുക്കുന്നത്? ഇപ്പൊ അവനെ ഏറ് കൊണ്ടേ. ഞാൻ മിനിഞ്ഞാന്ന് പേപ്പർ എടുത്ത് നോക്കുമ്പോ ന്യൂസ് പേപ്പർ എടുത്ത് നോക്കുമ്പോ ഒരു വാർത്ത കേളപ്പനെ കാണാനില്ല. അല്ല ഞാനെടുത്തി ഇങ്ങനെയാ വാർത്ത കൊടുക്കുക? എല്ലാ കുഞ്ഞുമോനെ ഒരാളെ കാണുന്നില്ലേ പിന്നെ വാർത്ത കൊടുക്കണ്ടല്ലോ. അതിനെന്താ മോശം? കേളപ്പ 50 വയസ്സ്, വട്ടമുഖം, ചുരുള മുടി, സുന്ദര സുമുഖം പറ്റിയല്ല. അല്ല ജാനുവടുത്തിനല്ലേ നേരത്തെ പറഞ്ഞ കേളപ്പേട്ടന് 50 വയസ്സായില്ലേ? ആ വട്ടമുഖം ചുരുള ആ കഷണ്ടി തലയിൽ ഏടിയ ചുരുള മുടി, വട്ടമുഖം, വെളുത്ത ശരീരം എന്നെല്ലാം പറഞ്ഞ് കൊടുത്താൽ ആളെ തിരിച്ചു കിട്ടുമോ ജാനുവടുത്തി? അഥവാ വാർത്ത വായിച്ചിട്ട് അതുപോലത്തൊന്ന് വന്നാലോ ഞാൻ ചിട്ട് കൊടുത്തതാണോ? പോട്ടെ. ഞാൻ ഈ കേളപ്പേട്ടല്ലേ പണ്ട് ഗൾഫിലെല്ലാം പോയെ? കേളപ്പാട്ടൻ ഗൾഫ് പോയ കാര്യമൊന്നും പറയാത്തതാണോ? മൂപ്പര് കള്ളും കുടിച്ച് നടന്നതാ. സുഖമായിട്ട് കോടതിയിലെ മജിസ്ട്രേറ്റ് ആവാനും കേളപ്പാട്ടിന്. കോടതിയിലെ മജിസ്ട്രേറ്റ് ആവാനുള്ള വിദ്യാഭ്യാസം എല്ലാം കേളപ്പെട്ടിട്ടുണ്ടോ? ഈ കോടതിയിലെ മജിസ്ട്രേറ്റ് ആവാൻ അത്ര വിദ്യാഭ്യാസം ഒന്നും വേണ്ട. ഞാൻ കോടതിയിൽ എഴുതിയ രണ്ടിന് 1ാം ക്ലാസ് മജിസ്ട്രേറ്റ്, 2ാം ക്ലാസ് മജിസ്ട്രേറ്റ്, മൂപ്പർക്ക് 4ാം ക്ലാസ് ഉണ്ടേനും മക്കളെ സുഖമായിട്ട് മജിസ്ട്രേറ്റ് ആയാ മയ്യേനും. അതാ പിന്നെ ഗൾഫിലേക്കെല്ലാം പോയല്ലേ? ഗൾഫ് പോയ കാര്യമൊന്നും ഞാൻ ആരോടും പറയില്ല. അത് നല്ല രസമാണ്. അതെന്തെന്നാ സംഭവം എന്ന് വെച്ചാല് കേളപ്പാട്ടിന് ആദ്യമായിട്ട് ഗൾഫ് പോയ പണി കിട്ടിയെന്തെന്നറിയാം. അറബീന്റെ പീടിയല്ല മനെ പണി കിട്ടി. അറബീന്റെ പീടിയ എന്ന് പറയുമ്പോ നമ്മളെ തിരിയുന്ന കോഴി വെക്കുന്ന പീടിയാതാ. ആ എന്താണ് എനിക്ക് തിരിയാത്ത കോഴി അങ്ങനെ തന്നെ ഈ പീടിയല്ല പണി കിട്ടി. ഒരു ദിവസം രാവിലെ തന്നെ ഒരു പൈസക്കാരൻ അറബി വന്നിട്ട് കേളപ്പാട്ടിനോട് പറഞ്ഞ് ബർമേന്റെ കോഴി മണമെന്നാണ്. ബർമേന്റെ കോഴിക്ക് എന്താ ഇത്ര പ്രത്യേകത? ബർമേന്റെ കോഴിക്ക് എന്തെന്നാ പ്രത്യേകത വെച്ചാൽ സാധാ കോഴിക്ക് 100 ഉറുപ്പ്യെങ്കിൽ ബർമേന്റെ കോഴിക്ക് 5000 ഉറുപ്പ്യ. അങ്ങനെ ഒരു കോഴിക്ക് 5000 ഉറുപ്പ്യോ? പൈസക്കാര് കഴിക്കുന്ന കോഴിയല്ലേ നമ്മക്കെന്താ മനസ്സിലാകും. അങ്ങനെ കേളപ്പാട്ടിന് ഒരു കോഴി ചുട്ട് കൊണ്ടുകൊടുത്ത് കോഴി ചുട്ട് കൊണ്ടുകൊടുത്ത പറഞ്ഞ ഈ അറബി എന്ത് പണിയെടുത്ത് ചുട്ട കോഴിനെ എങ്ങെടുത്ത് കോഴിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയല്ല, ഇത് പാകിസ്ഥാന്റെ കോഴിയാ. ബേക്ക് നോക്കിയാൽ മനസ്സിലാവോ? അറബി സ്ഥിരം കഴിക്കുന്നല്ലോ, എനിക്ക് മനസ്സിലാവും. അങ്ങനെ കേളപ്പാട്ടൻ 2ാമതൊരു കോഴി ചുട്ടുകൊണ്ടുകൊടുത്ത് 2ാമത് അറബി ചുട്ട കോഴിനെ എങ്ങെടുത്ത് കോഴിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയല്ല, ഇത് ബംഗ്ലാദേശിന്റെ കോഴിയാ, അങ്ങനെ പറ്റിക്കരുന്ന. അങ്ങനെ കേളപ്പാട്ടൻ 3ാമതൊരു കോഴി ചുട്ടുകൊണ്ടുകൊടുത്ത് 3ാമത് അറബി ചുട്ട കോഴിനെ എങ്ങെടുത്ത് കോഴിന്റെ ബേക്ക് നോക്കിയിട്ട് പറഞ്ഞു ഇത് ബർമേന്റെ കോഴിയാ, ഈ കോഴിനെ കൊണ്ടാ ഞാൻ ആദ്യം പറഞ്ഞു. കേളപ്പാട്ടിന്റെ ബേജാറ് കളി കണ്ടിട്ട് അറബി കേളപ്പാട്ടിനോട് എന്തെന്നാ പേര് പാട്ട് കേളപ്പാട്ടൻ പറഞ്ഞ് കേളപ്പൻ. പിന്നെ അറബി ചോദിച്ചു കേളപ്പാട്ടിനോട് ഏതാ രാജ്യം നിങ്ങൾ ചോദിച്ചാലും കേളപ്പാട്ടൻ നേരെ തിരിഞ്ഞു നിന്നിട്ട് കേളപ്പാട്ടിന്റെ ബേക്ക് അറബിക്ക് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഏത് രാജ്യാന്ന് ഇനി പറഞ്ഞു. അടിയയില കൂടിയല്ല കിട്ടിയെന്നറിയല്ല മോനെ. അറബീന്റെ ഒരു ഡ്രൈവറുണ്ട് പാകിസ്ഥാനി. കേളപ്പാട്ടിനെ കഴുത്ത് പിടിച്ച് ചുമരിനോട് അങ്ങനെ തന്നെ പറ്റിച്ചട പിടിച്ച്. ഇത് കേട്ടേരെ ഞാൻ വിചാരിക്കുന്ന ആദ്യമായിട്ട് കേളപ്പാട്ടൻ ഗൾഫ് പോയാലോ കൈരേഖ നോക്കിയ കൊർത്തി പറഞ്ഞതിന് ശരിയാ. കൊർത്തി എന്തെന്നാ പറഞ്ഞത് ഈ ഗൾഫില് പാകിസ്ഥാനുള്ള പച്ച എന്നാ വിളിക്ക. കൈരേഖ നോക്കിയ കൊർത്തി പറഞ്ഞ് കേളപ്പാട്ടൻ ഗൾഫ് പോയാ പച്ച പിടിക്കൂ. അതുപോലെ തന്നെ പച്ച കൗത്തുകൂട്ടി പിടിച്ചിട്ടില്ല മനെ. ഇങ്ങനത്തെ ഓരോ സംഗതിയാണ്. അല്ല ജാനുവടുത്തിണ്ടോ സാക്ഷരത ക്ലാസ്സിന്? എന്റെ അമ്മ എന്റെ ലോക വിവരം ഇതെടുന്നാ മോനെ ഇങ്ങറിയുന്നേ. അതല്ല ഞാനറിയൂ. ഞാൻ സാക്ഷരതൊക്കെ എല്ലാം പോകുന്നുണ്ട്. അവിടെ പരമോസുഖ ഇങ്ങോട്ട് എനക്ക് ബോയ് ഫ്രണ്ട് അല്ലേ ഉണ്ട്. ബോയ് ഫ്രണ്ട് അല്ലേ ഉണ്ട്. നമ്മളെ കുഞ്ഞിമൂസാക്കന്റെ ചിരിയും കളിയൊന്നും പറയണ്ട. ചിരിച്ചു കൊണ്ടല്ലാന്ന് പറഞ്ഞു. കുഞ്ഞിമൂസക്ക്
മൂസക്കെന്നെല്ലാം പറയുമ്പോ മെല്ലണ പറഞ്ഞ അവനെ കേളപ്പാട്ടിനുണ്ട് അവാർഡിന് ഞാൻ ചെയ്ത് കൊടുക്കുന്നു എന്റെ കുടുംബം കഴിയും വേർന്നല്ല. അല്ല ആടെ അക്ഷരം പഠിപ്പിക്കുന്നത് ഞാൻ കണക്കിന്റെ ചെറിയൊരു ചോദ്യം ചോദിക്കും. കണക്ക് ഞാൻ മനെ എന്തെന്നാ ചോദിച്ചല്ലേ? 4 ഗുണം 6 എത്രയാ? 4 കണക്കോണോ 6 മനെ അതാ പോട്ടെ. അവിടെ മലയാള അക്ഷരം പഠിപ്പിക്കുന്നുണ്ടാ? മലയാളത്തിന്റെ നല്ല കഥാണ്. മലയാളത്തിന്റെ കുമാരൻ മാഷ് വിറ്റിയങ്ങനെ കുമാരൻ മാഷ് ബോർഡുമ്മ തറാന്നെതിട്ട് എന്നോട് പറയുന്ന പറ. പിന്നെ പറയാനെതിട്ട് എന്നോട് പറയുന്ന പറന്ന് പറയണ്ട കുഞ്ഞിക്കണ്ണ മാഷാലിന്റെ കുമാരൻ മാഷാലിന്റെ മുഖത്ത് നോക്കി ഞാൻ അങ്ങ് പറഞ്ഞു താന്റെ പറയണ്ടടാ. പിന്നെ പന നിങ്ങൾ ഇതുവരെ മൂസൊക്കെ കൂൾ നോടിക്കല്ലി ഇങ്ങോട്ട് കേൾത്തേക്കെന്നറിയല്ല. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ മൂസാക്ക വന്നാൽ ഞാൻ ചോദിച്ചല്ല മൂസാക്ക ഈ പനാനെതിരെതിരാ പോയെന്ന് എന്നോട് പറയുന്ന ഞാനും പനാനെതിരെ ഓർമ്മന്ന് പനോളല്ല കുഞ്ഞമ്മതിന്റെ പണപ്പായിട്ട് ഇന്നലെ കഴിഞ്ഞു. ഇനി ഈ പനാനെതിരെ ഓർമ്മന്ന് അതിന്റെ പൈസ കൊണ്ട് കൊടുക്കും പോയതാ. ഇങ്ങനത്തെ ഒരു സംഗതിയാണ്. ഹിന്ദി പഠിപ്പിക്കുന്നില്ല? ഹിന്ദിയുടെ കാര്യം എന്നോട് പറയാറ്. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് എനക്ക് നാണായിട്ട് വനെ. ഹിന്ദിന്റെ അക്ഷരം കണ്ടിട്ട് എന്തിനാ ജാനുവടുത്തി നാണിക്കുന്നത്? ഹിന്ദിന്റെ അക്ഷരം കണ്ടിനി ആരും മേലെ കുപ്പായം ഉണ്ടാവും സൂറല്ല അറിയിടൂല. അതുപോലെ അക്ഷരം ഒരു കൊളുത്തല്ല എന്തിനാളി പാറിപ്പോന്നേനേക്കാളും. പിന്നെ മാജു പറയുന്നിട്ട് ഹിന്ദി പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ. അതെങ്ങനെ പെട്ടെന്ന് പഠിക്കാൻ? അത് ഞാൻ പറഞ്ഞു ഞാനാണെങ്കിൽ ഞാനാണെങ്കിൽ ഇത് രണ്ടും വെപ്പം കിട്ടിയെങ്കിൽ ഇടക്കിടക്ക് ആപ്പ് വെച്ചു കൊടുത്താൽ മതി. ഇനി മാത്രം ആപ്പി തരുന്ന മക്കളെ കിട്ടുക. പിന്നെ മാജ് പറഞ്ഞ നമ്മളെ പൊരയില് വരുന്ന പൂച്ച പോലെ ഇന്ത്യയിലെ പറയല്. പൂച്ച എങ്ങനെയാ ഹിന്ദി പറയാ? അങ്ങനെയല്ലേ പൂച്ച നമ്മളെ പൊരേ കാര്യം വരുമ്പോ ഞാൻ വന്നോട്ടെ എന്നല്ല ഹിന്ദി ചോദിക്കുന്നത്. അതെങ്ങനെ? മേ ആവോ അങ്ങനെയാണ് മാജ് പഠിപ്പിച്ചത്. ഇങ്ങനത്തെ ഓരോ സംഗതിയാണ്. അപ്പൊ ജാനുവടുത്തിക്ക് ഇപ്പോ ഹിന്ദിയും മലയാളവും നല്ല കണക്കാണ് പ്രശ്നം. ഉയ്യന്റെ അമ്മേ കണക്കിന്റെ ഒരു കാര്യം പറഞ്ഞാൽ എനിക്കൊന്ന് ഓർമ്മ. നീ ഇങ്ങോട്ട് കണക്കിന്റെ കുഞ്ഞിക്കണ്ണൻ മാച്ച് വിറ്റേക്കണം എനിക്ക്. കുഞ്ഞിക്കണ്ണൻ മാച്ച് രാവിലെ തന്നെ വന്നിട്ട് എന്നോട് പറയുന്ന ലസാവു കാണണം, കുറച്ചേ നേരം പറയുന്ന ഉസാവും കാണണം. ഇതെല്ലാം കാണിച്ചു ഇതെല്ലാം കാണിച്ചു കൊടുക്കാൻ എനിക്ക് എന്താ ഉളുപ്പിലിടഞ്ഞു പോയി അല്ല. ഞാനിങ്ങനെ കേളപ്പാട്ടിന്റെ കാര്യമെല്ലാം പറയുമ്പോ നിങ്ങളിങ്ങനെ ചിരിക്കുന്നുണ്ടല്ലോ. എനക്ക് പെണ്ണുങ്ങളോടല്ല മക്കളെ പറയാനുള്ള ആണുങ്ങളോട് അങ്ങനെല്ലാവരും കേൾക്കാം. ബോധമുള്ള സമയത്ത് ബോധം കെട്ടുവാൻ വേണ്ടിയിട്ട് മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ എല്ലാം പിന്നാലെ പോകുമ്പോ ഭാവിയിൽ വലിയൊരു അസുഖം വന്നിട്ട് പിന്നെ ബോധം കെട്ടിട്ട് ഒരു കാര്യമില്ല മക്കളെ. പത്രത്തിൽ വരുന്ന വാർത്ത മനസ്സിനെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വാർത്ത. അതുകൊണ്ട് മദ്യപാനവും മയക്കുമരുന്നും നമുക്ക് മാണ്ടേ മക്കളെ. കേളപ്പാട്ടിലെ കാണിപ്പെല്ലാം പാട്ട് പാടാൻ തമാശ പറയാനും വന്നല്ലേ? കരയില്ല ഞാനെടുത്തി എല്ലാവനെ ഞാനല്ലേ കരയെന്ന് അതിനെന്തിനാ ഒരു പേജ് ഇങ്ങനെ കൂട്ടി ഞാനൊരു അമ്മമ്മേന്റെ തൊട്ട് കണ്ടിട്ട് ഒന്നാം ഇനി അമ്മമ്മേന്റെ തൊട്ട് കാണുന്ന മനെ കേളപ്പാടം കണ്ടിട്ട് കുടുംബം കളിപ്പോയി വയ്യങ്ങായി കാണുന്ന ഫോട്ടോ എടുക്കണം പിന്നെ കൂട്ടിപ്പിടിച്ചിട്ടാ വാർത്ത. ആരും വിഷമിക്കണ്ട. ജാനുവടുത്തി പിണങ്ങിപ്പോയതൊന്നുമല്ല. ജാനുവടുത്തിന്റെ ഒരു രീതി, ജാനുവടുത്തിന്റെ ഒരു സ്റ്റൈൽ എങ്ങനെയാണ്. ഏതായാലും ജാനുവടുത്തി അല്പം കഴിഞ്ഞ് കേളപ്പാടനോടൊപ്പം വീണ്ടും വേദിയിലെത്തും. നമുക്ക് ജാനുവടുത്തിക്കായി നല്ലൊരു കൈയടി കൊടുക്കാം.